ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. നോമ്പിൻ്റെ നാൾ വഴിയിലെ രണ്ട് വാക്കുകളാണ് തിരസ്കരണവും സ്വീകരണവും. ഉപയോഗിച്ച് അറ്റം പറ്റിയ, മുഖ്യവേദിക്ക് പിന്നാമ്പുറത്ത് സ്ഥാനം നേടിയ, വിശിഷ്ട അതിഥികളുടെ കണ്ണിൽപ്പെടാത്ത, ആൾപ്പെരുമാറ്റമില്ലാത്ത ഇടത്ത് ഉപേക്ഷിച്ചിരിക്കുന്ന എന്തും തിരസ്കരണത്തിൻ്റെ പട്ടികയിൽപ്പെടും. കാനായിലെ കല്യാണവേദി ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യത്താൽ തിരസ്കരണ വസ്തുക്കൾ മുഖ്യാസനത്തിലെത്തിച്ചേർന്നു. അരികുപൊട്ടിയ കൽഭരണികളും തങ്ങളുടെ സൃഷ്ടാവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു കാണും എന്ന് നമുക്ക് അനുമാനിക്കാം. അവയ്ക്കൊപ്പം തിരസ്കരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദാസന്മാർ സൃഷ്ടാവിൻ്റെ വാക്കുകൾക്ക് വിധേയത്വം കാട്ടി വീഞ്ഞാകാനുള്ള വെള്ളം ആഴങ്ങളിൽ നിന്ന് വലിച്ചു കയറ്റി കൽഭരണികളിൽ വക്കോളം നിറച്ചു. കൽഭരണികളും ദാസന്മാരും ക്രിസ്തുവിനൊപ്പം കിണറ്റിൻകരയിൽ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരിലും ഈ വിശിഷ്ടതയുണ്ട്. അധികം വിലയില്ലാത്ത എന്തും ക്രിസ്തുവിൻ്റെ ദർശനത്താൽ മാന്യവും വിലയുള്ളതുമാകും. ദേവാലയത്തിൽ 2 വെള്ളിക്കാശ് സമർപ്പിച്ച ആ വിധവയായ സ്ത്രീ, സഞ്ചരിക്കുവാൻ താൻ തിരഞ്ഞെടുത്ത കഴുത, ആർപ്പു വിളിക്കാൻ കൂടെ കൂടിയ പൈതങ്ങൾ, ശിഷ്യരായി വിളികേട്ട മുക്കുവക്കൂട്ടം, സമൂഹം മാനം നൽകാത്ത വേശ്യ, പാപപങ്കിലമായ മഗ്ദലക്കാരത്തി മറിയം, നീചർക്കും അധർമ്മികൾക്കും നൽകുന്ന മരക്കുരിശ് അഥവാ കഴുമരം, കരം കൊടുക്കുവാൻ പണം കണ്ടെത്തിയ മത്സ്യം, അന്യർക്കായി ഒരുക്കപ്പെട്ട കല്ലറ, ഇങ്ങനെ പോകുന്നു തിരസ്കരിക്കപ്പെട്ട വസ്തുക്കൾ, അതും ക്രിസ്തുവിൻ്റെ നാൾ വഴിയിൽ. മാന്യവും മഹത്വവും ലഭിച്ച ക്രിസ്തുവിൻ്റെ ജീവിത നാൾ വഴിയിലെ അടയാളപ്പെടുത്തലുകളാണ് ഇവ. തിരസ്കരിക്കപ്പെട്ട, പിന്നാമ്പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട കൽഭരണികളും വക്കോളം വെള്ളം നിറച്ച ദാസന്മാരും വീഞ്ഞായി തീർന്ന ശുദ്ധജലവും ക്രിസ്തുനാഥൻ്റെ ദർശന സ്പർശനാദികളാൽ മഹത്വമണിഞ്ഞതുപോലെ അവഗണനയുടെ അഗാധക്കുഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട എന്തിനും ഏതിനും നോമ്പിൻ്റെ നല്ല നാൾ വഴിയുടെ അന്ത്യം മാന്യതയും മഹത്വവും ലഭിക്കും. ഇന്നത്തെ തിരസ്കരണവും ബഹിഷ്കരണവും നാളത്തെ മഹത്വീകരണത്തിൻ്റെ ആരംഭം ആകും. ഇന്ന് തിരസ്കരിക്കപ്പെടുന്നവർ നാളെ മഹത്വത്താൽ മുഖ്യാസനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും. ഏവർക്കും ശുഭദിനം. നന്ദി.